കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് വിവിധ ഇടങ്ങളിലായിരുന്ന് ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വ്യത്യസ്ത ഭാഷകളിൽ ഇപ്രകാരം ഈ കൂട്ടായ്മ കൂടുവാൻ സർവകൃപാലുവായ ദൈവം ഇങ്ങനെ ഒരു അവസരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്നതോർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രത്യേകാൽ ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസി, അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഇന്ന് പകൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു. ശേഷം ചുരുക്കം സമയത്തിനുള്ളിലാണെങ്കിൽ പോലും നല്ല അനുഗ്രഹീതമായ ഒരു സന്ദേശം ഹിന്ദി ഭാഷയിലൊക്കെ കർത്താവിന്റെ ദാസിയിലൂടെ കേൾപ്പാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്തും ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള ഒരു ജീവിതം നമ്മൾ എങ്ങനെയാണ് ക്രമീകരിച്ചെടുക്കേണ്ടത് എന്നുള്ളതിനെ ആസ്പദമാക്കി ചുരുക്കം വാക്കുകളിൽ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു സന്ദേശം ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകാല് ഈ പകൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കൃപ തന്നതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സമയം മുഖവുരയിലേക്കൊന്നും പോകാതെ വണ്ണം ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പ്രാരംഭമായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച ഈ വചനത്തിനു വേണ്ടി, ഈ വചനത്തിന്റെ ആഴമായ ദൈവപ്രവർത്തിക്കു വേണ്ടി ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനമാണല്ലോ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഈ മരുഭൂയാത്രയിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ദൈവത്തിന്റെ വചനം അയച്ചാണല്ലോ കർത്താവ് നമുക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അയച്ചാണല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതാകാരമായ അല്ലെങ്കിൽ പർവ്വത സമാനമായ പാറകളെ തകർക്കുന്നത് ദൈവത്തിന്റെ വചനം ആകുന്ന ചുറ്റിക ഉപയോഗിച്ചിട്ടാണല്ലോ. ഇന്ന് പകല് ആ വചനത്തിന്റെ മുമ്പാകെ നമുക്കൊന്നുകൂടെ ഒന്ന് വിധേയപ്പെടുത്തി ഈ വചനത്തിന്റെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പ്രാഗൽഭ്യത്തോടെ വചനം സംസാരിക്കേണ്ടതിന് വാതിൽ ദൈവം തുറന്നു തരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കെട്ടുകളും പല ബന്ധനങ്ങളും ഈ വചനത്തിന്റെ ശക്തിയാൽ അഴിയുവാൻ ഇടയായിത്തീരും. ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് സൗഖ്യം വരുവാൻ ഇടയായിത്തീരും. ഈ വചനം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായി തടസ്സപ്പെട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് കർത്താവ് മറുപടി തരാനിടയായിത്തീരും. ഈ വചനം അയച്ച് കർത്താവ് വിടുവിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വേഗത്തിൽ പാഞ്ഞു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം, ജീവനും ശക്തിയും നൽകുന്ന ദൈവത്തിന്റെ വചനം, ആത്മാവിനെയും സന്ധിമഞ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം, ഇരുവായ്ത്തലവുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിൽ ഈ സായം സന്ധ്യയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് നല്ല ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുവാനിടയായി തീരട്ടെ. 30, 60, 100 മേനി അപ്രകാരം ഫലം കായ്ക്കുവാനിടയായി തീരട്ടെ. വചനം കേട്ടുകൊണ്ട് നമ്മളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കാൽവരി ക്രൂശിലെ ദൈവസ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഞാൻ നിങ്ങളൊക്കെ ഇത്ര സൗഭാഗ്യത്തോടെ, ഇത്ര ശ്രേഷ്ഠതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ കാരണം അതേ പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ കാൽവരി ക്രൂശിലെ സ്നേഹമാണ് ഇന്ന് പകൽ നമ്മെ ഇവിടെ ഒരുമിച്ചിരുത്തിയിരിക്കുന്നത്. ആ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി തീർത്തത്. ഒരു കാലത്ത് നമ്മൾ ആരും മുൻപരിചയമുള്ളവരായിരുന്നില്ല.
പ്രിയപ്പെട്ടവരെ, പല പല ദേശങ്ങളില് നാം ജീവിച്ചു വളർത്തപ്പെട്ടു. പല വിശ്വാസ സംഹിതകളിൽ നമ്മളായിരുന്നു, പല മത പശ്ചാത്തലത്തിലൊക്കെ ആയിരുന്നു, പല വിശ്വാസ സംഹിതകളിൽ ഒക്കെ നമ്മളായിരുന്നു. ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ ഒക്കെ നമ്മൾ പെട്ട് ജീവിച്ചു പോന്നവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിന്റെ സ്നേഹം നമ്മെ തേടിയെത്തി, നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു, നമ്മെ ഒരപ്പന്റെ മക്കളാക്കി തീർത്തു, ഒരപ്പത്തിന്റെ അംശികളാക്കി തീർത്തു, ഒരേ ആത്മാവ് പാനം ചെയ്യുന്നവരായി തീർത്തു. ഇന്ന് പകല് നമുക്ക് പുകഴാനൊന്നുമില്ല, നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. മുഴുവനും കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഏകദേശം 800-ൽ പരം കോടി ജനങ്ങളുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേർക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. യേശു ക്രിസ്തുവിനെ നമുക്ക് അറിയാൻ കഴിഞ്ഞു, യേശു ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നു, യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു, യേശു ക്രിസ്തുവിനെ തന്നെ ഹല്ലേലൂയ ഈ പകലും പൂർണ്ണമായിട്ടും നമുക്ക് ആശ്രയിപ്പാൻ നമുക്ക് സാധിക്കുന്നല്ലോ. നമുക്ക് കർത്താവിനെ ലഭിച്ചല്ലോ, നമുക്ക് കർത്താവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആ നിത്യത നമുക്ക് കർത്താവ് മടക്കി തന്നല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ എത്രയോ കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങലയാൽ എന്നെ മാറോടണച്ചേശു രക്ഷകൻ. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാൻ പിന്മാറിപ്പോകാതിരിക്കുവാൻ, സ്നേഹത്തിൻ ചങ്ങലയാൽ എന്നെ മാറോടണച്ചേശു രക്ഷകൻ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എന്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. സ്വർഗീയ പിതാവേ, കർത്താവായ യേശുവിൻ നാമത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശിലെ സ്നേഹത്താൽ, കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ ഭാഷകളിൽ കർത്താവെ ഇപ്രകാരം ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നല്ലോ നാഥ. യേശുവേ, അന്ത്യകാലത്തെ അന്ത്യനാഴികയിൽ ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. പരിശുദ്ധനെ, അങ്ങയുടെ സ്നേഹത്തിൽ തന്നെ ഞങ്ങളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പലവിധമായ ഭാരങ്ങള്, പലവിധമായ പ്രശ്നങ്ങള്, വേദനകൾ, ആകുലതകളൊക്കെ ആയിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട് നാഥ. കർത്താവേ, ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് വചനം അയച്ച് വേണ്ടുന്ന വിടുതലുകൾ ദൈവം നൽകണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഹൃദയത്തിൽ ഒത്തിരി ഭാരത്തോടെ, ഒത്തിരി വേദനയോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ട് കർത്താവേ. ദൈവമേ, എന്തായി തീരുമെന്ന് ഇങ്ങനെ ആകുലതയോടെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ദൈവമേ, ദിവസങ്ങളിൽ ആവശ്യമായ വിടുതലുകൾ ദൈവം നൽകണമേ. എല്ലാ പൈശാചിക പോരാട്ടങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ കർത്താവേ. അവരുടെ ആത്മീക ജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഞങ്ങളുടെ വചനത്തെ ഈ പകൽ അങ്ങ് ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ അനുഗ്രഹിക്കണം, ജനത്തെ അനുഗ്രഹിക്കണമേ. ലീഡ് ഞങ്ങളുടെ ദാശയ്ക്കായി സ്തോത്രം. ദാസനെ കുടുംബമായിട്ട് ഓർക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹമായി തീരണം. എല്ലാവരും ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കണം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു. പ്രിയ സുനിത സിസ്റ്റർക്കായിട്ടും സ്തോത്രം. ഗണദാശയും ദൈവം സഹായിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഹിന്ദി ഭാഷയിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം. അവരെ ദൈവം ബലപ്പെടുത്തുമാറാകണം. അടിയനെ താഴ്ത്തുന്നു. മഹത്വം മുഴുവനും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം വായിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. അവിടെ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പൂർണമായ പദ്ധതിക്കകത്ത് അല്ലെങ്കിൽ മുഴുവൻ പ്ലാനിനകത്തും താൻ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ചൊരു വെളിപ്പാടാണ് ദൈവത്തിന് സ്തോത്രം പൗലോസ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതായത് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഏകദേശം 17 വർഷം എടുത്തു താൻ ഈ ഒരു സമ്പൂർണമായ പദ്ധതിയിലേക്ക് ആയി തീരുവാൻ. അതായത് ഈ ഗലാത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ നേരെ എന്താ ചെയ്തത്? ഞാൻ നേരെ അറബിയിലേക്കാ പോയത്. കാരണം എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ ചെല്ലാതെ അല്ലെങ്കിൽ മാംസരക്തങ്ങളുടെ അടുക്കൽ ചെല്ലാതെ ഞാൻ നേരെ ചെന്നത് അറബിയിലേക്കാണ്. എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് മുമ്പേ അപ്പോസ്തലന്മാരായവരുണ്ട്, പത്രോസുണ്ട്, അതുപോലെ യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, അങ്ങനെ ഒത്തിരി ശിഷ്യന്മാരുണ്ട്. പക്ഷേ അവരുടെ അടുക്കൽ ചെന്നാൽ ഏകദേശം അദ്ദേഹത്തിന് കിട്ടുന്ന വെളിപ്പാട് വളരെ കുറച്ചായിരിക്കും, അല്ലെ? പത്രോസിന് ലഭിച്ചതോ അല്ലെങ്കിൽ യാക്കോബിന് ലഭിച്ചതോ യോഹന്നാനോ ലഭിച്ചതോ ഒക്കെ അത് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടല്ല പോയത്, മറ്റ് മാംസരത്നങ്ങളുടെ അടുക്കൽ പോയില്ല, അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ച ഗമാലിയലിന്റെ അടുക്കലോട്ടൊന്നും പൗലോസ് പോകാതെ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഈ ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി തന്നെ മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എന്റെ ചർച്ചിലാണെങ്കിലും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ പൊതുവേദിയിൽ പറയാറുണ്ട്, ദൈവത്തെ വെളിപ്പെടുത്തി തരണമെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. Praise the Lord. ഒരു മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ആണ് എന്ന് കർത്താവിന് നാമത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസിന്റെ മനസ്സിലായി, എനിക്ക് കർത്താവിനെ കൂടുതലൊന്ന് വെളിപ്പെട്ട് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് താൻ ഓടി അറബിയിലേക്ക് പോയെന്നുള്ളതാണ്. അറബി എന്ന് പറഞ്ഞാൽ സീനായ് മരുഭൂമിയിലാണ്. ഒരു കാലത്ത് മോശ ഇരുന്ന സ്ഥലമാണ് ഈ മരുഭൂമി ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. അവിടേക്ക് തന്നെ പൗലോസ് ഓടുകയാണ്. എന്നിട്ട് 3 ആണ്ട് കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. 3 വർഷം കഴിഞ്ഞ് മടങ്ങി വരുന്നു, കേഫാവുമായിട്ട് മുഖപരിചയമാകാൻ. അങ്ങനെ പിന്നീട് വീണ്ടും 14 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഏകദേശം ഒരു 17 വർഷം എടുത്തു കാണും യേശു ക്രിസ്തുവിനെ കൂടുതൽ തനിക്കൊന്ന് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട്, അല്ലെങ്കിൽ ആ ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ, അതായത് തന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, തന്നെ വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള ആ ഒരു വെളിപ്പാട് പൗലോസിന് കിട്ടിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഇതോനോട് ചേർത്ത് ഞാൻ പറയട്ടെ, നമ്മെക്കുറിച്ചും ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ചില പ്ലാനുകൾ ദൈവത്തിനുണ്ട്. നമ്മളും ആ ഒരു സമ്പൂർണ്ണ ഹിതത്തിന് അകത്തു വന്നു കഴിയുമ്പോഴാണ് അത് നമുക്ക് വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കണം, ദൈവത്തോട് നമ്മൾ ചോദിക്കണം. പൗലോസ് ചോദിച്ചില്ലേ, ശൗല് ചോദിച്ചില്ലേ, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, അല്ലെ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ അങ്ങനെ ചോദിക്കണം. പഞ്ചായത്ത് മെമ്പറോടല്ല ചോദിക്കേണ്ടത്, പ്രസിഡന്റിനോടല്ല ചോദിക്കേണ്ടത്, ഹല്ലേലൂയ, സഭയിലെ നേതാക്കന്മാരോടല്ല ചോദിക്കേണ്ടത്, കർത്താവിനോട് ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യണം കർത്താവ്? എന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, എന്റെ തലമുറയിൽ പ്രശ്നങ്ങളാണ്, ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി അന്നു മുതൽ പ്രശ്നങ്ങളാണ്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക കർത്താവ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് മറുപടി തരാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതൊരിക്കലും നമ്മുടെ തിന്മയ്ക്കല്ല, ഒരിക്കലും നമ്മുടെ തകർച്ചയ്ക്കല്ല, അത് നമ്മുടെ നന്മയ്ക്കായി തന്നെ തീരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്റെ മുമ്പിൽ സമയം കുറച്ചുള്ളത് കൊണ്ട് ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും. ദൈവത്തിന് സ്തോത്രം. നോക്കിയാട്ടെ, അപ്പൊ പൗലോസിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഇനി എന്റെ ജീവിതം? പൗലോസ് പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് എന്റെ ജീവിതം?
ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി സ്തോത്രം, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ആ ഒരു വാക്യം ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഈ വാക്യത്തിന്റെ എ പാർട്ട് മാത്രം പറയും, ബി പാർട്ടിലേക്ക് വിട്ടുകളയും. എന്നാൽ ആ ബി പാർട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നതോ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നതോ, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നതോ എന്തിനു വേണ്ടിയാണ്? എന്നെ സ്നേഹിച്ച്. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിങ്കലുള്ള വിശ്വാസത്തലത്ത് എന്നെ സ്നേഹിച്ച്. ആമേൻ. ആ പദം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു പദമാണ്. പൗലോസ് പറയുക, എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നേഹിച്ചു. ശൗലിനെ നമ്മൾ പഠിക്കുമ്പോൾ സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയും ആയിരുന്നില്ല. ആര്? ശൗല്, അല്ലെ? ശൗൽ ഒരിക്കലും സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരാളായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം എന്തായിരുന്നു? പൗലോസിനെ, നമ്മുടെ ശൗലിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. എന്താണ് അദ്ദേഹത്തിന്റെ ആ സ്വഭാവം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്, അല്ലെ? 8:3 പറയുകയാണ്, എന്നാൽ ശൗലോ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചു കൊടുത്ത് സഭയെ മുടിച്ചു പോകുന്നൊരു മനുഷ്യനാണ്. സഭയെ മുടിപ്പിച്ചൊരു വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഈ ശൗൽ എന്ന് പറയുന്ന ആള് അപ്പൊ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളാണോ? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേട്ടിട്ടാ പൗലോസ് ഇതൊക്കെ മനസ്സിലാക്കി വന്ന വഴിയൊക്കെ ഓർത്തിട്ടാ പറയും, എന്നെ സ്നേഹിച്ച്. അയ്യോ, സ്നേഹിക്കാൻ കൊള്ളാവുന്ന എന്നെ സ്നേഹിച്ച്. പ്രിയരെ, നമ്മളെയൊക്കെ സ്നേഹിക്കാൻ കൊള്ളാവുന്നവരായിരുന്നോ? ആയിരുന്നോ? നമ്മളുടെ പശ്ചാത്തലമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മൾ ദൈവത്തോട് ശത്രുക്കളായി ജീവിച്ചവരാ, അല്ലെ? മനം തഴമ്പിച്ച് ജീവിച്ചവരാ. ഞാനിപ്പോ സാക്ഷ്യം പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ ഭയങ്കര ഒരു നായർ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നയാളാണ്, വലിയ തറവാട്ടിലുള്ള ആളാണ് എന്നൊക്കെ എനിക്ക് പറയാം, കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഏത് പശ്ചാത്തലത്തിലായിരുന്നാലും ഞാൻ ആരായിരുന്നു? ഞാനൊരു പാപിയായിരുന്നു, അല്ലെ? ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ പറഞ്ഞു, മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, ദുഷ്ടനായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. പ്രൈസ്. ഇതൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുമ്പോ, വീടില്ലാതെ വീട് കിട്ടും, വണ്ടിയില്ലാതെ വണ്ടി കിട്ടും, ഒത്തിരി സാമ്പത്തികമൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വന്ന വഴിയൊക്കെ മനുഷ്യൻ മറന്നു പോകും. നമ്മൾ ആരും മറക്കരുത് ദൈവമക്കളെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നതേ ഉള്ളൂ, വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയണം. നമ്മൾ വന്ന വഴികൾ ഒരിക്കലും, ഞാൻ നിങ്ങളെ ഉദ്ദേശമൊന്നും അല്ല പറയുന്നത് കേട്ടോ, നമ്മൾ ചില സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരോടൊക്കെ പറയും, മക്കളെ, നമ്മൾ ഒരിക്കലും വന്ന വഴി മറന്നു പോകരുത്. നമ്മൾ താമസിച്ച വീട് എങ്ങനെയുള്ള വീടായിരുന്നു നിങ്ങൾക്കറിയാലോ. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാൻ സാധ്യതയില്ലാത്ത ഒരു വീട്ടിലാണ് ഞാൻ 2022 വരെ താമസിച്ചത്. ഞാൻ ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങുമ്പോ ആ സമയത്തൊന്നും യാതൊന്നും ഇല്ല. ആമേൻ. രാത്രിയില് ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മക്കള്, പ്രത്യേകിച്ച് എന്റെ മോൻ എന്നോട് ചോദിക്കും, കാരണം ചോറും കറിയൊക്കെ കണ്ടിട്ട് ചോദിക്കും, കാരണം കറികളൊന്നുമില്ല. അപ്പൊ ചോദിക്കും, അച്ഛാ, ഈ പച്ചക്കറി ഇനത്തില് തക്കാളി അല്ലാതെ വേറൊന്നും മാർക്കറ്റിൽ കിട്ടില്ല എന്ന് ചോദിക്കും. കാരണം എന്നാ, എല്ലാ ദിവസവും ഈ തക്കാളിയാണ്, എല്ലാ ദിവസവും തക്കാളിയാ. അന്ന് യൂട്യൂബ് ഒന്നും അത്ര പ്രശസ്തമല്ല. ഞാൻ പറയും, ഇപ്പോ ഞാൻ തമാശയ്ക്ക്, അന്ന് യൂട്യൂബ് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നത്. കാരണം എന്നാ, തക്കാളി കൊണ്ട് എന്തെല്ലാം കറികൾ ഉണ്ടാക്കും. തക്കാളി ചാറ്, തക്കാളി സ്റ്റൂവ്, അത് ഇത്. കാരണം ഞാൻ പറഞ്ഞു, മോനെ, 10 രൂപയ്ക്ക് കിട്ടുന്നത് തക്കാളി മാത്രമേ ഉള്ളൂ. കാരണം അതേ ഉള്ളൂ വാങ്ങാൻ, അതേ ഉള്ളൂ കയ്യിൽ പൈസ. അതുകൊണ്ടാ എന്നും ഇങ്ങനെ തക്കാളി, അല്ലെ? ഉപ്പൊക്കെ ഒഴിച്ച് എന്റെ കുഞ്ഞുങ്ങളെ ചോറൊക്കെ കൊണ്ട് സ്കൂളിൽ പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. മുളക് ചാലിച്ചു കൊടുത്ത്, എനിക്കിതൊന്നും പറയുന്നൊരു നാണക്കേടൊന്നുമില്ല, അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ കൃപയാല് ഇന്ന് അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളെ വളരെ വിരളമാണ്. കാരണം എന്തുകൊണ്ടാ? ഞാന് ഒരു വലിയ ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നുമായിട്ടല്ല, കർത്താവിന്റെ വേലയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെക്കാൾ ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നമ്മുടെ ഏത് ഭാരങ്ങളും അറിയുന്ന ഒരു ദൈവം ഉണ്ട്, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് കടന്നു പോകുന്ന ആ വേദനകൾ, ഇന്ന് കടന്നു പോകുന്ന ഒറ്റപ്പെടലുകൾ, ഇന്ന് കടന്നു പോകുന്ന തീച്ചൂള പോലെയുള്ള അനുഭവങ്ങളൊക്കെ നാളെകളില്
എന്തായി അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങള് ആമേൻ നമ്മുടെ നാവിലൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തളർന്നു പോകരുത്, അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്, പതറി പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിന്മാറി പോകരുത്, അല്പം പോലും പുറകോട്ട് പോകരുത്. മുമ്പോട്ട് തന്നെ പോകുവാനിടയായി തീരണം, മുൻപോട്ട് പോകണം. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, അവരോട് മുമ്പോട്ട് പോകാൻ പറ. മുമ്പിൽ ചെങ്കടലാണ്, പുറകിൽ ഫറവോൻ ഇരച്ചാർത്തു വരികയാണ്, മോശയുടെ കയ്യിൽ ഒരു കൊച്ചു വടി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, വെള്ളം ആർത്തിരമ്പുകയാണ്. എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ട് പോക്കോ. ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ മുമ്പോട്ട് പോക്കോ. ഫറവോൻ അറിയാത്ത ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മുമ്പോട്ട് പോകണം, മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നമ്മൾ മുമ്പോട്ട് പോകണം, കൂട്ടായ്മയിൽ നമ്മൾ മുമ്പോട്ട് പോകണം, ഉപവാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം, ആരാധനയിൽ നമ്മൾ മുമ്പോട്ട് പോകാനിടയായി തീരണം. ജീവിതത്തിലും അല്ലെ കുടുംബത്തിൽ, വീട്ടിൽ എന്ത് പ്രശ്നം വരട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ച ആ കർത്താവിനെ നമ്മൾ ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. നമ്മളെ നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് സ്നേഹിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞവരാണല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞവരാണ്. പക്ഷേ നമ്മളെ കർത്താവ് സ്നേഹിച്ചു. അത് ഒരിക്കലും മറക്കരുത് കേട്ടോ. എപ്പോഴും ഓർത്തോണം, ആരാധനയ്ക്ക് വരുമ്പോഴും ഓർക്കണം, തമ്പുരാനെ എന്നെ സ്നേഹിച്ചു എന്റെ കർത്താവ്. സ്നേഹിക്കാൻ കൊള്ളാകുന്നവനാണോ ഞാൻ? അല്ല. സ്നേഹിക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. എന്നെ കർത്താവ് സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിച്ചു. എത്രയോ പേരെയൊക്കെ മാറ്റി വിട്ടേച്ചല്ലേ എന്നെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നന്നായി പാടാൻ അറിയാവുന്നവര്, നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്നവരൊക്കെ എന്റെ കുടുംബത്തിലുണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ ഹല്ലേലൂയ, നല്ല കഴിവുള്ളവരൊക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് എനിക്ക് ഇവനെ മതി അല്ലെങ്കിൽ ഇവളെ മതി എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചു വേർതിരിച്ചത്. അതോർത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇഷായുടെ വീട്ടിൽ നല്ല മസിൽ പവറുള്ള പിള്ളേരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ അവരെല്ലാം തള്ളിയിരിക്കുകയാണ്, എനിക്കുള്ളവൻ ഇവിടെയില്ല, അവൻ കാട്ടിൽ കിടക്കുന്നു. ശമൂവേൽ പറഞ്ഞു, അവനെ വിളിച്ചു വരുത്ത്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കത്തില്ല. ഹല്ലേലൂയ. ആ സമയത്ത് ആ തൈലക്കൊമ്പ് പൊട്ടിയത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മളെ കർത്താവ്, ഈ അന്ത്യകാലമാണ്, ഒരുപാട് പേര് വിശ്വാസക്കപ്പൽ തകർന്നുപോയി, ഒരുപാട് പേര് ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയി, ഒരുപാട് പേര് പണത്തിന്റെ പുറകെ, പേരിന്റെ പുറകെ, പ്രസ്ഥാനത്തിന്റെ പുറകെ, കസേരയുടെ പുറകെ ഒക്കെ പോയി. ചുരുക്കം പേരായിട്ടെങ്കിലും ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെട്ടു പോയാലും കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കാനിടയായി തീരും. ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒറ്റപ്പെട്ടു പോയാലും കൂട്ടം തെറ്റിപ്പോയാലും തമ്പുരാൻ കൂടെ വരും. അത് ഉറപ്പ് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആ പദം ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൗലോസ് പറയാ, എന്നെ സ്നേഹിച്ചു, എനിക്ക് എങ്ങനെ പിന്നെ വിട്ടുപോകാൻ പറ്റൂ? ഇല്ലേ? ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹമൊക്കെ എത്ര കാലം കാണും? ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞു വിഷയം വന്നാൽ സ്നേഹം മാറില്ലേ? ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ സ്നേഹമൊക്കെ 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കും, ഇല്ലയോ? നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞതല്ലേ എത്ര പേരുടെ സ്നേഹമൊക്കെ എവിടെ പോയി, അല്ലേ? ആദ്യമൊക്കെ നമ്മോട് എന്ത് സ്നേഹമായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്തോത്രം, നമ്മള് നാളത്തെ പത്രത്തിലൊക്കെ കാണാം, അല്ലെ? ഭാര്യയെ കഴുത്തറുത്തു കൊന്നു. ഹല്ലേലൂയ, അല്ലെ? ഭാര്യയെ കഴുത്തറുത്തു കൊന്നു, അല്ലെങ്കിൽ അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു. എന്താ കാര്യം? ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ സ്നേഹം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും കുറയത്തില്ല കേട്ടോ. യെരമ്യാവ് 31:3 പറയുന്നു, നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുക, എന്നെ സ്നേഹിച്ചു, കർത്താവ് എന്നെ സ്നേഹിച്ചു, അല്ലേ? എന്നിട്ട് എന്റെ അടുക്കൽ വന്ന് വിളിച്ചു, ശൗലേ ശൗലേ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ചോദിച്ചു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവ് ഇടപെട്ടത് കണ്ടോ? ഞാൻ എപ്പോഴും പറയും, ഞാൻ 33 കോടി ദൈവങ്ങളെയൊക്കെ ഒരു കാലത്ത് വിശ്വസിച്ച് നടന്ന ഒരാളാ, ആരാധിച്ച് നടന്ന ഒരാളാ. ഹല്ലേലൂയ. പക്ഷെ എന്റെ കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തുമാത്രം ശ്രേഷ്ഠതയാ കർത്താവിനെ കുറിച്ച് പറയാനുള്ളത്. അത് വാക്കുകളുണ്ട് തീരുവോ? പാട്ടുപാടിയാ തീരുവോ? പ്രസംഗിച്ചാ തീരുവോ? എഴുതിയാ തീരുവോ? ഹല്ലേലൂയ. നമ്മളെപ്പോഴാ കർത്താവ് സ്നേഹിച്ച്? പൗലോസ് പറയുക, ക്രിസ്തുവോ, റോമർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമ്മോടുള്ള സ്നേഹത്തെ താൻ വെളിപ്പെടുത്തിയത് എങ്ങനെ? തന്റെ ജീവൻ കൊടുത്താ നമ്മളെ സ്നേഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയും, കുഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്താ ഞാൻ നിന്നെ സ്നേഹിച്ചത്. നീ എനിക്ക് വേണ്ടി എന്ത് തരും? പ്രൈസ് ദി ലോർഡ്. എന്ത് തന്ന് സ്നേഹിക്കും, അല്ലെ? എന്ത് കൊടുത്താൽ സ്നേഹിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് ജീവനൊന്നും ചോദിക്കുന്നില്ല. ഇനി ജീവൻ നഷ്ടമായി പോയാലും കർത്താവിന് വേണ്ടിയാണെങ്കിൽ സ്വർഗത്തിൽ ഇരട്ടി ഏറിയ പ്രതിഫലം, മഹാപ്രതിഫലമുണ്ട്. കർത്താവിന് സ്തോത്രം. പക്ഷെ അതൊന്നും കർത്താവ് നമ്മോട് ചോദിക്കുന്നില്ല, അല്ലെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. പൗലോസ് പറയുകയാണ്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. 1 യോഹന്നാൻ 4:10 പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല,
കണ്ടോ? അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. സാക്ഷാലുള്ള സ്നേഹം കാണണോ? കാൽവരി ക്രൂശിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് സാക്ഷാലുള്ള സ്നേഹം കാണണമോ? ആ സ്നേഹത്തിന്റെ പ്രദർശന സ്ഥലം കാൽവരി ക്രൂശാണ്. പ്രൈസ് ദി ലോർഡ്. ആ ക്രൂശിൽ കർത്താവ് നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കപ്പെട്ട ഒരു ശരീരം കാണാം. ഉഴവ് ചാലുപോലെ കീറി മുറിക്കപ്പെട്ട ഒരു ശരീരം കാണാം. രക്തം ധാരധാരയായി ഒഴുകപ്പെട്ട ഒരു ശരീരം കാണാം. അപഹാസ്യമാക്കപ്പെട്ട, നിന്ദിതമാക്കപ്പെട്ട, ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങപ്പെട്ട, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങപ്പെട്ട ഒരു ശരീരം കാണാം. പുണ്യ പരിപാവനമായ പരിശുദ്ധമായ ഒരുവന്റെ ശരീരം. ആർക്കു വേണ്ടി അത് തകർക്കപ്പെട്ടു? ആർക്കു വേണ്ടി ആ രക്തം ചൊരിയപ്പെട്ടു? എന്നെ സ്നേഹിച്ചിട്ട്. എന്നെ സ്നേഹിച്ചോണ്ടാ. വിജയകുമാറിനെ സ്നേഹിച്ചു കർത്താവ്. എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് 2007 പക്ഷെ കർത്താവ് എന്നെ മനസ്സിലാക്കിയത് പൗലോസ് പറഞ്ഞതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്റെ ചർച്ചിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് എന്റെ ദൈവമക്കളോടൊക്കെ ഇച്ചിരി വഴക്കൊക്കെ ഞാൻ പറയും. ചുമ്മാ പാസ് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ആരാധിക്കാൻ നിൽക്കരുത്. ഒന്ന് കൈകൊട്ടിക്കുക, ഒന്ന് സ്തോത്രം പറഞ്ഞ്, ഇതൊന്നും നിങ്ങൾ ആരും പറഞ്ഞിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഈ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കും. എങ്ങനെ കൂട്ടായ്മ മുടക്കാൻ പറ്റും? എങ്ങനെ ഉപവസിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആകാവുന്നത് പോലെ ചെയ്യാതിരിക്കാൻ പറ്റും? ഈ സ്നേഹം ഹൃദയത്തിനകത്തുണ്ടാകണം. ഹൃദയം നിറയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. പൗലോസ് പറയും, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം. പാസ്റ്റർ പറഞ്ഞില്ലേലും ഹല്ലേലൂയ പറഞ്ഞോണം, സ്തോത്രം പറയണം, ആരാധിക്കണം, പാടി ദൈവത്തെ സ്തുതിക്കണം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കാര്യമല്ല, പൊതുവേ ഞാൻ പറയാ, എല്ലാം അങ്ങോട്ട് നമ്മളങ്ങ് ലിമിറ്റ് ചെയ്യാണ്. ഒരു കാലത്തെ പെന്തക്കോസ്തിനകത്ത് ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇന്ന് സഭയ്ക്കകത്ത് ഉണ്ട്. കയറി പറ്റുക. നമുക്കൊരു 10 മിനിറ്റ് കൂടി പോയാൽ, അല്ലെങ്കിൽ സ്തോത്രം 1 കിലോമീറ്റർ നടക്കേണ്ടി വന്നാൽ എന്തൊക്കെ പിറുപിറുപ്പാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ അനുഭവിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പിറുപിറുക്കുന്നേ? ഹല്ലേലൂയ. നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്ക്. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് അല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ 6 മണിക്കൂർ എരിയുന്ന വെയിലിൽ ആ ഒരു ശരീരം ആ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങി ആടിയത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾക്കൊരു പുതിയ ജീവിത സ്വഭാവം തരാൻ വേണ്ടിയിട്ടല്ലേ? ജീവിത ശൈലി തരാൻ വേണ്ടിയല്ലേ? നിങ്ങളെ മകനും മകളുമാക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് മാത്രം ഓർത്താ പോരെ യേശുവിനെ സ്നേഹിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ആ പദമാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. പൗലോസ് പറയും, എന്നെ സ്നേഹിച്ചു. എന്തിനാ ഞാൻ ജീവിക്കുന്നേ? എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആരാ ഇങ്ങനെ ചെയ്യുന്നേ? അവിടെ തന്നെ റോമാലേഖന 5 പൗലോസ് പറയുന്നുണ്ട്, ഗുണവാന് വേണ്ടിയൊക്കെ ആരെങ്കിലുമൊക്കെ മരിക്കും അല്ലെ? നീതിമാന് വേണ്ടി മരിക്കുന്നത് ദുർലഭം. ഉദാഹരണത്തിന് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ നേതാക്കന്മാര് മരിച്ചാൽ ആരെങ്കിലുമൊക്കെ തീ കൊളുത്തിയൊക്കെ ആത്മഹത്യ. പണ്ട് ജയലളിതയോ MGR ഒക്കെ മരിച്ചപ്പോ ചിലരെന്ത് ചെയ്തു? മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു അല്ലെ? സ്തോത്രം. അവരുടെ നേതാവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പം കുറച്ചുകൂടി വിവരം വെച്ചുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാറില്ല. ഹല്ലേലൂയ. നോക്കി, ഇതെന്തിനു വേണ്ടിയാ? അവർക്കറിയാം അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് 5 ലക്ഷമോ 10 ലക്ഷമോ രൂപ ആ ഗവൺമെന്റ് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇവിടെ ആർക്ക് വേണ്ടിയാ മരിച്ചത്? യേശു ക്രിസ്തു നീതിമാന് വേണ്ടിയോ ഗുണവാന് വേണ്ടിയോ ഒന്നുമല്ല മരിച്ചത്, പാപികൾക്ക് വേണ്ടി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഇവിടുത്തെ ഒന്നിന്റെ പുറകെ ഓടുകയല്ല ദൈവമക്കളെ. ഇവിടുത്തെ കസേര, ഇവിടുത്തെ നേതാക്കന്മാരും, ഇവിടുത്തെ പ്രസ്ഥാനങ്ങളും, ഇവിടുത്തെ പദവിക്കും, ഹല്ലേലൂയ, ഇവിടെ കിട്ടുന്ന പ്ലാസ്റ്റിക് കസേരയേക്കാൾ വലുതാ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ സിംഹാസനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഇന്നത്തെ ഭൂരിഭാഗം പെന്തക്കോസ്തിനകത്തുള്ള പ്രസംഗങ്ങൾ പോലെ ഇവിടുത്തെ ഭൗതിക നന്മകളൊന്നും തരാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അതൊക്കെ ദൈവം നമുക്ക് തരും, ഉറപ്പാണ്. കർത്താവിനെ ആരാധിക്കുമ്പോൾ അതെല്ലാം കിട്ടും അല്ലേ? ആമേൻ. 430 കൊല്ലം അടിമത്വത്തിൽ കിടന്ന ജനത്തെ വിളിച്ചു മോശയെ അയച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടുതരിക, നീ ആരാധിക്കാൻ ഇറങ്ങ്, മന്ന പൊഴിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം തരും. ഹല്ലേലൂയ. കാടപ്പക്ഷിയെ തരും. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. പട്ടിണിക്കിടില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടെ നിന്നാ മതി. പട്ടിണിക്കിടത്തില്ല ദൈവം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അവർക്ക് കൊടുത്തില്ലേ? അവർ ഇന്ന് വരെ രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത ഭക്ഷണം അവർ കഴിച്ചില്ലേ? ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്താ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്? ഞാൻ പലപ്പോഴും പറയും, മുതുകത്തുള്ള അടിയല്ലാതെ വേറെന്താ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നേ? പക്ഷെ ആ ജനത്തിന് മുഴുവൻ 25 ലക്ഷം ജനത്തിന് മരുഭൂമിയിൽ മന്ന കൊടുത്തു.
ഇറച്ചി കൊടുത്തു, വെള്ളം കൊടുത്തു, അല്ലെ? പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവം അവരെ വഴി നടത്തി എന്നുള്ളതാണ്. വചനം പറയുന്നു, കനാന്റെ അതിരെത്തുവോളം അവരുടെ മന്ന നിന്നുപോയില്ല എന്നുള്ളതാ. കർത്താവിന് സ്തോത്രം. രാവിലെ മുറ്റത്ത് നോക്കിയപ്പോ, കൂടാരവാതിൽക്കൽ നോക്കിയപ്പോ മഞ്ഞിന്റെ മേളിൽ മന്ന കിടക്കുക. മണ്ണിന്റെ മേളിലല്ല കേട്ടോ, മഞ്ഞിന്റെ മേളിൽ. മണ്ണിന്റെ മേളിലല്ല. ഹല്ലേലൂയ. എന്റെ മക്കള് മണ്ണ് പുരണ്ട ഒന്നും തിന്നണ്ട എന്ന് തീരുമാനിച്ച കർത്താവ്, ഹല്ലേലൂയ, മഞ്ഞിന്റെ മേളിലാണ് മന്ന കൊടുത്തത്. അതാണ് ഏതോ ഒരു ശാസ്ത്രജ്ഞൻ അങ്ങനെ ഒരു യഹൂദന്റെ തലയിൽ ഉദിച്ചത്. മഞ്ഞിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഫ്രീസറും ഫ്രിഡ്ജും ഒക്കെ ഇരിക്കാൻ കാരണം. ഇതെല്ലാം ബൈബിളിൽ നിന്ന് വന്നതാണ്, ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളല്ല. മഞ്ഞിൽ കൊടുത്തു ദൈവം. ഹല്ലേലൂയ. കേടാകാതെ. ദൈവത്തിന് സ്തോത്രം. പറയാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകല് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മറക്കരുത്, മനുഷ്യന്റെ സ്നേഹമെല്ലാം കുറഞ്ഞു പോകുന്ന, കർത്താവ് തന്നെ പറഞ്ഞതുപോലെ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം വറ്റിപ്പോവുകയാണ്. കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മൾ പറയണം, നമ്മൾ മറന്നു പോകരുത്, എന്നെ സ്നേഹിച്ചു കർത്താവ്. ഹല്ലേലൂയ. സ്നേഹിക്കാൻ ഒരു യോഗ്യതയും അർഹതയും ഇല്ലാതിരുന്ന എന്നെ കർത്താവ് സ്നേഹിച്ചു. എന്താ അന്ത്യകാലത്തെ ലക്ഷണങ്ങളിൽ ഒന്ന്? 2 തിമോഥെയോസ് 3-ാം അധ്യായം പൗലോസ് അവന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യരാരായി മാറും? സ്വസ്നേഹികളായി മാറും. സ്വസ്നേഹികളായി, അവരവരെ തന്നെ സ്നേഹിക്കുന്നവരായി. ദൈവത്തിന് സ്തോത്രം. സ്വസ്നേഹികളുടെ എണ്ണം നമ്മുടെ സഭകളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീക ലോകത്ത് അവരവരെ തന്നെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവഭയം അല്പം പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ലോകം മുഴുവനും പിശാചിന്റെ ആധിപത്യത്തിലാണ്. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റിരിക്കുകയാണ് മഹാക്രോധത്തോടു കൂടെ. ആരുടെയൊക്കെ സ്നേഹത്തെ കുറയ്ക്കാൻ കഴിയും? ആരുടെയൊക്കെ സ്നേഹത്തെ വറ്റിച്ചു കളയാൻ കഴിയും? ദൈവമക്കളെ, നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരാണ്? നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, മരണമോ, ജീവനോ, വാഴ്ചയോ, അധികാരമോ, ഉയരത്തിനോ, ആഴത്തിനോ, ഇപ്പോൾ ഉള്ളതിനോ, ഇനി വരാനിരിക്കുന്നതിനോ ഒന്നിനുമേ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഒറ്റപ്പെട്ടു പോകട്ടെ, ഞാൻ നിന്ദിതനായി തീരട്ടെ, എന്ത് പ്രശ്നങ്ങളും ജീവിതത്തിൽ വരട്ടെ, ഒറ്റയ്ക്കേ ഉള്ളൂ വിശ്വാസത്തിൽ. അതെ മതി. ഹല്ലേലൂയ. പക്ഷെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഇതിനൊന്നിനും കഴിയില്ല. ഒരു കഷ്ടതകൾക്കും കഴിയില്ല, ഒരു ഭാരത്തിനും ഒരു രോഗത്തിനും കഴിയില്ല, ഒരു ബലഹീനതകൾക്കും കഴിയില്ല. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാവോ? ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്ത ആമേൻ കർത്താവിന് വേണ്ടിയാണ്. നമ്മളെയും ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? കർത്താവിന് വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെയുള്ള ഒരു കർത്താവിന്റെ ദാസൻ, എനിക്ക് നല്ല പരിചയമുള്ള എന്റെ നാട്ടുകാരനായ ഒരു ദൈവദാസൻ, കഴിഞ്ഞ ഒരു തിങ്കളാഴ്ച ദിവസം, ഈ സെപ്റ്റംബർ മാസം സംഭവിച്ചതാണ്. എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അദ്ദേഹം അത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി, പാസ്റ്ററെ, ഞാൻ UP-ക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോവാണ്, ഞാൻ ഇനി 1 വർഷം കഴിഞ്ഞേ വരുള്ളൂ, അതുകൊണ്ട് ഈ സിസ്റ്റം പാസ്റ്ററുടെ കയ്യിൽ ഇരിക്കട്ടെ, പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം UP-യിൽ എത്തിയില്ല. 2-ാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഒരല്പം സ്തോത്ര കാഴ്ച ഇട്ടുകൊടുത്തു. എന്നിട്ട് ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെന്നൈയിലാണ്, ഞാൻ ആന്ധ്രയ്ക്ക് പോവാണെന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം, അടുത്ത ദിവസം ഞാന് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ തൃശ്ശൂര് ഞങ്ങളൊരു പരസ്യത്തിലും പ്രവർത്തനത്തിലും ടീം ദൈവത്തിന് സ്തോത്രം പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത എനിക്ക് ലഭിച്ചു. ഈ ദൈവദാസൻ യാത്രാ മധ്യത്തിൽ ട്രെയിനിൽ വെച്ച് അബോധാവസ്ഥയിലായി. അപ്പോൾ തന്നെ താൻ മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. അതായത് ആന്ധ്രയിൽ വിജയവാഡയിൽ വെച്ച് ആ കർത്താവിന്റെ ദാസൻ മരണം വഴിയായി ലോകം വിട്ടു മാറിപ്പോയി, കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് UP-യിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, യാത്രാ മധ്യത്തിന് യാതൊരു അസ്വസ്ഥതയും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. എനിക്കത് വല്ലാത്തൊരു വേദന ഉളവാക്കി. കാരണം 2-3 ദിവസം മുമ്പ് നേരിൽ കണ്ട് ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ പോയതാണ്. കർത്താവിന് സ്തോത്രം. പക്ഷേ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ ഹിതം, ഹല്ലേലൂയ, നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കും. 1 മരണം, 2 കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. അതേത് സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. പക്ഷേ അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആകാവുന്നത് പോലെ ചെയ്ത് നമ്മൾ പോയാൽ
സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം ഉണ്ടാകും. അത് ഉറപ്പ് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. 100% ഉറപ്പാണ്. കർത്താവ് പറഞ്ഞ എന്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ സ്തോത്രം സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത് യേശുവിന്റെ സ്നേഹം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് 3:16 യോഹന്നാൻ, അല്ലേ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവിൽ സ്തോത്ര ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ്. അത്രയ്ക്ക് സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് പറയുകയാണ്, എന്നെ കർത്താവ് സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. പത്രോസിനോട് 3 വട്ടം കർത്താവ് ചോദിച്ചു, അല്ലേ? തബരിയാസ് കടൽക്കരയിൽ വെച്ച്, ആമേൻ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെയല്ലേ ചോദിച്ചത്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? അടുത്ത വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3ാമത് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? എന്തിനു വേണ്ടിയാ കുഞ്ഞേ? നിന്നെ ചിലത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ചിലതൊക്കെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏൽപ്പിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ദൈവം തരുന്നതിനോടുള്ള, അല്ലെങ്കിൽ നാടുകളോടുള്ള, ദൈവം ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നാണ് കർത്താവിന് അറിയില്ലേ പത്രോസിന്റെ മനസ്സ്? തീർച്ചയായിട്ടും അറിയാം. പക്ഷേ പത്രോസിന്റെ വായിൽ നിന്ന് കേൾക്കണം. നീ എന്നെ 3 പ്രാവശ്യം പറഞ്ഞ ആളാണ്, അല്ലെ? 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ ആളിനോട് വീണ്ടും 3 പ്രാവശ്യം ചോദിക്കുക, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശിമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ഇന്ന് പകല് ആമേൻ, ഞാൻ പ്രസംഗം കർത്താവിന്റെ കൃപയാൽ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്തോത്രം. ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാവോ, കർത്താവേ, എനിക്ക് ആ പഴയ സ്നേഹമുണ്ട് അങ്ങയോട്, അല്ലെ? എഫെസോസ് സഭയോട് കർത്താവ് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറവെന്നല്ല പറഞ്ഞത്, ഒരു കുറ്റം എന്നാ പറഞ്ഞല്ലേ? ഹല്ലേലൂയ. അതൊരു കുറ്റം തന്നെയാണല്ലേ? കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? അല്ലെ? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്ന, അല്ലെ? അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമാണ്, അല്ലെ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും 1 കൊരിന്ത്യർ 13 പറഞ്ഞതുപോലെ മനുഷ്യരുടെ ഭാഷയിൽ, ദൂതന്മാരുടെ ഭാഷയിലൊക്കെ ഞാൻ പ്രവചിച്ചെന്ന് പറഞ്ഞാൽ സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. ഇന്ന് സഭകൾക്കകത്ത് സ്നേഹമില്ല, കുടുംബങ്ങൾക്കകത്ത് സ്നേഹമില്ല, വ്യക്തികൾ തമ്മിൽ സ്നേഹമില്ല. വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ എല്ലാം ഒരു യാന്ത്രികമായ, ഒരു ടെക്നിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന വെളിപ്പാട്, ഞാനത് ഉൾക്കൊണ്ടതിന്റെ കാരണം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ തലത്തെ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മള് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തില് പൗലോസിനെ അവിടെയുള്ള ആൾക്കാരെ നിർബന്ധിച്ചു, പോകരുത്, അല്ല, യെരൂശലേമിൽ പോകരുത്, നിന്നെ കൊല്ലാനായിട്ടൊരു കൂട്ടം അവിടെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞപ്പോ പൗലോസ് പറഞ്ഞ മറുപടിയാണ്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ പ്രാണനെ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ സ്നേഹിച്ചവനെയാണ് എനിക്ക് സ്നേഹം. അതുകൊണ്ട് സ്തോത്രം, അവന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ എനിക്ക് തന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രാണനെ ഞാൻ വില കൊടുക്കുന്നില്ല. ഞാൻ വില കൊടുക്കുന്നത് അവൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കാണ്, അവൻ എന്നെ ഏൽപ്പിച്ച നിയോഗത്തിനാണ്, അവൻ എന്നെ ഏൽപ്പിച്ച ഉദ്യോഗത്തിനാണ്. ഹല്ലേലൂയ. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സാക്ഷ്യവും എനിക്ക് തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പൗലോസ് പറയുക, അത് മാത്രമേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകല് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്കൊന്ന് ശോധന ചെയ്യാം. പൗലോസ് പറഞ്ഞതുപോലെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ ഓരോ പദ്ധതികളും, നമ്മുടെ ഓരോ ശുശ്രൂഷകളും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന, സ്നേഹം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയരെ, നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും വരുന്നു, പോകുന്നു, ആരാധിക്കുന്നു, കൈയടിക്കുന്നു, അന്യഭാഷ പറയുന്നു. എത്ര പേരുടെ ഉള്ളിൽ കർത്താവിനോട് സ്നേഹമുണ്ട്? എത്ര പേരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്? ആമേൻ. സ്നേഹം വാക്കുകൾ കൊണ്ടല്ല പ്രദർശിപ്പിക്കേണ്ടത്, സ്നേഹം നാവ് കൊണ്ടല്ല. യോഹന്നാൻ പറയാ, കുഞ്ഞുങ്ങളെ, വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിൽ തന്നെ കാണണം. എനിക്ക് എന്റെ യേശുവിനോട് സ്നേഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം പ്രവർത്തിച്ചു കാണിക്കാനിടയായി തീരണം. ഇന്ന് പകല് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ. പരിശുദ്ധ പിതാവേ, അടിയങ്ങൾ എല്ലാവരും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രസംഗിക്കുന്ന എന്റെയും കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ വീതി, നീളം, ഉയരമെല്ലാം അറിയുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും വറ്റിപ്പോകാതെ, ഞങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ 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 ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹം കർത്താവ് വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടലോകത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ അങ്ങയോടുള്ള സ്നേഹം അല്പം പോലും കുറയാതെ കർത്താവിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ ഓടുവാൻ, അധ്വാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ കൂട്ടായ്മ അനുഗ്രഹിക്കണം. ദൈവദാസ്യ കുടുംബമായിട്ട് ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. മഹത്വം പങ്കെടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത്രത്തോളം അവസരം തന്ന പ്രിയപ്പെട്ടവരോട്, പ്രിയ കർത്താവിന്റെ ദാസിയോട്, ഗ്രൂപ്പിനോട് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കും.